സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ കൺവെൻഷൻ ചെറുതുരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്ര ഊട്ടുപുരയിൽ വെച്ച് സംഘടിപ്പിച്ചു. പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടന അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണെന്നും പ്രഖ്യാപിച്ചു. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹൻ പെൻഷൻകാരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടന അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചു. ശ്രമസന്ധിയിലും ഒക്കെ ആശങ്കയിലും ഒക്കെയാണ് നമ്മുടെ പെൻഷൻകാർ നിൽക്കുന്നത്. ഒരു സന്തോഷത്തിൻ്റെ ഒരിത് നമുക്കില്ല. കാരണം കുറേ കാലങ്ങളായിട്ട് നമുക്ക് ഡിയർനെസ് റിലീഫിൻ്റെ കുടിശ്ശിക തരാത്തതിൻ്റെ വലിയ പ്രതിഷേധവും ദുഃഖവും ഒക്കെ നമുക്കുണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അത് കോടിക്കണക്കിന് രൂപ അതിൻ്റെ കണക്കുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അതേ രീതിയിൽ അത്രമാത്രം പ്രീവിയസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നമ്മുടെ 19 പെൻഷൻ പരിഷ്കരണ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള ഡിയർനെസ് റിലീഫ് വരെ 2 ഇത് കിട്ടാനുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് അതുപോലെ തന്നെ ഡിയർനെസ് റിലീഫുകൾ അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഏതാണ്ട് 13% കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോൾ പോയ ഗവൺമെൻറ് ഇതിൽ 2 കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് നമ്മളോട് പറഞ്ഞിരുന്നു. ഈ 13% ഉള്ള അത് തരും, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ വേതനത്തോടു കൂടി തരും. അങ്ങനെ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് കിട്ടി. പക്ഷേ അതിൻ്റെയും കുടിശ്ശിക മറ്റ് കുടിശ്ശികളുടെ കൂടെ അക്കോമലേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് 8 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന് ഉത്തരവിൽ പറഞ്ഞതല്ലാതെ എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ കൊടുക്കുമെന്നുള്ളത് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. മുൻ സർക്കാർ പെൻഷൻ കുടിശ്ശിക നൽകാതെ പോയതും പുതിയ ബഡ്ജറ്റിൽ പെൻഷൻ പരിഷ്കരണം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിരാശ മാത്രമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. വയോധികരായ പെൻഷൻകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് സമരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പാക്കുക, മുൻകാല DR കുടിശ്ശിക അനുവദിക്കുക, ഈ വർഷം ജനുവരി മുതൽ നൽകാനുള്ള DR അനുവദിക്കുക, 1 മാസത്തെ പെൻഷൻ ബോണസായി നൽകുക എന്നീ ആവശ്യങ്ങൾ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് PK വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗം KT രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി സംഘടനയിലെത്തിയ അംഗങ്ങളെ ബ്ലോക്ക് സെക്രട്ടറി K ഗോവിന്ദൻകുട്ടി പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ P പരമേശ്വരൻ, ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK ഗോവിന്ദൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ S മുഹമ്മദ് ജാഫർ, NK ഗിരിജ, P ബേബി എന്നിവർ സംസാരിച്ചു. തുടർന്ന് KT സരളാദേവിയുടെയും TU ജ്യോതിലക്ഷ്മിയുടെയും നേതൃത്വത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി K സുരേന്ദ്രൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ MK അബ്ദുൽ ലത്തീഫ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് CCV. Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open. Lakshmi Narayana Arts and Science College, Mayanur.